മരണം പാഞ്ഞെടുക്കുന്ന ഗാസ എന്ന ചെറുതീരത്തേക്ക് ഇനിയും മരിച്ചിട്ടില്ലാത്ത മനുഷ്യരെ തേടി ഭക്ഷണവും മരുന്നും വസ്ത്രങ്ങളുമായി പുറപ്പെട്ട കപ്പൽപ്പടയെ ഇസ്രായേൽ നാവികസേന തടഞ്ഞിരിക്കുന്നു. മനുഷ്യാവകാശ പ്രവർത്തകരെ തടവിലാക്കിയിരിക്കുന്നു. ഡ്രോണുകൾ അയച്ചും സമുദ്രത്തിൽ മൈനുകൾ പാകിയുമാണ് യാനവ്യൂഹത്തിന്റെ ഗാസയിലേക്കുള്ള യാത്ര ഇസ്രായേൽ തടയാൻ ശ്രമിച്ചത്. ഒടുവിൽ ബോട്ടുകൾ വളഞ്ഞ സൈന്യം ബലം പ്രയോഗിച്ച് ആക്ടിവിസ്റ്റുകളെ പിടികൂടി. എന്നാൽ നിയമവിരുദ്ധമായ ഇസ്രായേലി ഇടപെടലുകൾ ഞങ്ങളെ പിന്തിരിപ്പിക്കില്ല. ഉപരോധം തകർക്കാനും മാനുഷിക ഇടനാഴി തുറക്കാനുമുള്ള ദൗത്യം ഞങ്ങൾ തുടരുമെന്നുമാണ് സംഘം ലോകത്തോട് പറഞ്ഞത്. അതെ, സ്മൂത്ത് ഫ്ലോട്ടില്ല, ദൃഢത, പ്രതിരോധശേഷി എന്നൊക്കെ അർത്ഥം വരുന്ന അറബി പദം. പലസ്തീനിലെ അവസാനത്തെ മനുഷ്യരെയും ഇല്ലാതെയാക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ നീങ്ങുന്ന കപ്പലുകൾ. സമാധാനമോ പ്രതീക്ഷയോ ഇല്ലാത്ത ഒരു ജനതയുടെ പതിറ്റാണ്ടുകൾ നീണ്ട ജീവിതത്തെ, പോരാട്ടത്തെ നെഞ്ചോട് ചേർത്ത് പലസ്തീനെ സ്വതന്ത്രമാക്കൂ എന്ന് ആർത്ത് വിളിച്ച് നീങ്ങുന്ന കപ്പലുകൾ. ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ പട്ടാളവും മറുഭാഗത്ത് മെഡിറ്ററേനിയൻ കടലും. ആ കടലിലേക്ക് നോക്കി നിസ്സഹായരായി നിൽക്കുന്ന അധിനിവേശത്തിന്റെ ഇരകളും. അവരിലേക്കാണ് പലസ്തീൻ പതാകയുമായി സ്മൂത്ത് ഫ്ലോട്ടില്ല കടന്നു ചെല്ലുന്നത്. ഐക്യദാർഢ്യത്തിന്റെ പ്രതീകാത്മകമായ ഈ യാത്രയെപ്പോലും ഇസ്രായേൽ എന്ന വമ്പൻ രാഷ്ട്രം ഭയപ്പെടുകയാണ്. ഫ്ലോട്ടില്ലയുടെ പ്രധാന കപ്പലുകളായ ആൽമ, സുറിയസ്, അഡാര എന്നിവയാണ് ആദ്യം തടഞ്ഞത്. എന്നാൽ തടഞ്ഞു വെക്കാനാകാത്ത കപ്പലുകൾ ഗാസയെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ യുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തി UN അടക്കമുള്ള സംഘടനകളെല്ലാം വെറും നോക്കുകുത്തിയായി ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കുമ്പോൾ, കൊന്നു തീരുമ്പോൾ പ്രശ്നം തീരുമെന്ന ആശ്വാസത്തിൽ, ന്യായത്തിൽ ലോകം മാറി നിൽക്കുമ്പോൾ, ഒരു ജനതയെ പാടെ ഇല്ലാതാക്കിയ വംശഹത്യയ്ക്ക് ശേഷം ഉന്മൂലനം നേരിൽ കണ്ട ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ജനതയ്ക്ക് രാഷ്ട്രമെന്ന അംഗീകാരം വേണമെന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ധാർമ്മിക രോഷത്തെക്കാൾ വിലയുണ്ട് സ്മൂത്ത് ഫ്ലോട്ടില്ല എന്ന പ്രതീകാത്മക പിന്തുണയ്ക്ക്, ഐക്യദാർഢ്യത്തിന്. അതുകൊണ്ടാണ് അവരെ തടയുമ്പോൾ ലോകം രോഷം കൊള്ളുന്നത്. അർജന്റീനിയൻ തലസ്ഥാനമായ ബ്യൂണസ് ഐറസിലും ഇസ്താംബൂളിലെ US കോൺസുലേറ്റിന് മുന്നിലെ തെരുവുകളിലും പ്രതിഷേധം ഇരുമ്പുന്നത്. ഇറ്റാലിയൻ തൊഴിലാളി യൂണിയൻ പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നത്. ഗ്രീസും അയർലൻഡും ബെൽജിയമും ഫ്രാൻസും കൊളംബിയയും മലേഷ്യയും തുടങ്ങി ലോകമാകെ സ്മൂത്ത് ഫ്ലോട്ടിലയെ തടഞ്ഞതിൽ പ്രതിഷേധിക്കുന്നത്. മനുഷ്യത്വം, ദയ, സഹാനുഭൂതി എന്നിവയോടൊക്കെ യുദ്ധം പ്രഖ്യാപിച്ച ഒരു തെമ്മാടി രാഷ്ട്രത്തോടുള്ള പ്രതിഷേധമാണിത്. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു സുപ്രധാന ഏടാണ് സ്മൂത്ത് ഫ്ലോട്ടില്ല. അതിനൈക്യപ്പെടാതെ ഈ ലോകത്തിന് കടന്നു പോകാനാകില്ല.